ഇന്നിപ്പോൾ ഉണ്ടല്ലോ ഏട്ടനവിടെ വാഴക്ക് വെള്ളമടിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ഞാൻ അങ്ങോട്ട് പോകുന്നതിനെന്നറിയാം, അവിടെ ഒരു സാധനമുണ്ട് നിങ്ങളെ കാണിക്കാൻ. നമ്മൾ ഇങ്ങോട്ട് കൂവാന്ന് പറയലുണ്ട്, നിങ്ങൾ എന്ന് പറയലെന്ന് അറിയില്ല. ഈ കുഞ്ഞോക്കെല്ലാം നമ്മളില്ലേ കുറുക്കി കൊടുക്കാനെല്ലാം കൊടുക്കുന്ന ആ സാധനമാണ് കൂവ. നമുക്ക് കാണിക്കാം. ഇതാ കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ കൂവ എന്ന് പറയുന്ന സാധനം. ഇത് മറ്റേ ഇഞ്ചിയുടെ ഇല, മഞ്ഞളിൻ്റെ ഇലയില്ലേ, അത് കണക്കത്തെ ഇലയാണ്. പക്ഷേ ഇതിൻ്റെ കിഴങ്ങാന്ന് നമ്മൾ കൂവാന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന സാധനം. കുഞ്ഞോക്കെല്ലാം നമ്മൾ ഇങ്ങനെ കുറുക്കി കൊടുക്കാനും കൂവപ്പൊടിയെല്ലാം നമ്മൾ വാങ്ങാൻ കിട്ടുന്നില്ലേ, ആ സാധനമാണ് കേട്ടോ. ഏട്ടനട വെള്ളമടിക്കുന്നുണ്ട്. നമ്മളെ കൊല കാണിക്കാം. കൊല എല്ലാം പൊരിഞ്ഞ് വീണു, എന്നാലും കണ്ടില്ലേ. നമ്മളങ്ങനെ ഒന്നും മരുന്നടിക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് വെച്ചതാണ്. കഴിഞ്ഞ വർഷം ഇത് കൊടുക്കാൻ തക്കത്തേ ഉണ്ടായിന്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളത് വാഴയിലഞ്ഞ മുക്കൂറ്റി എന്ന് പറയും, ആ സാധനം വെച്ചതാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുക്കാൻ്റെ പ്രതീക്ഷയിലല്ല, നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ടാക്കിയ. പിന്നെ അതിലൊരു വലിയൊരു കൊല കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വലിയ കൊല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിക്കവുങ്ങളും കണ്ടില്ലേ, ചെറുതെല്ലാം കുറച്ചും വലിയ കൊലകളായിട്ടുണ്ട്. പക്ഷെ എല്ലാം പുതുകുത്തിരി മറിഞ്ഞു വീഴുന്നതാണ് പ്രശ്നം. ഇനിയിപ്പോൾ കവുങ്ങിനും എല്ലാം വെള്ളം അടിക്കാൻ തുടങ്ങലായി. നമുക്ക് ഇങ്ങോട്ട് മഴ കിട്ടിയത് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് വെള്ളം നേരത്തെ അടിക്കാൻ തുടങ്ങണം. ഇവിടെ കവുങ്ങിൻ്റെ ഇടയ്ക്കേ കൂടി തെങ്ങില്ലതുകൊണ്ട് നമുക്ക് സ്പ്രിങ്ക്ലർ ആക്കാൻ പറ്റുന്നില്ല, പൈപ്പ് പിടിച്ചിട്ട് തന്നെ ചെയ്യണം. നമുക്ക് താഴെ തോട്ടത്തിൽ തെങ്ങൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ആടെ നമ്മൾ സ്പ്രിങ്ക്ലർ ഇട്ടിട്ട് വെള്ളം അടിക്കേണ്ട പണി അങ്ങനെ വേണ്ടില്ല. സ്പ്രിങ്ക്ലർ ഇടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വെള്ളമായി പോകില്ല. പക്ഷേ ഇവിടെ പൈപ്പ് വലിച്ചിട്ട് തന്നെ വെള്ളം അടിക്കാൻ ഭയങ്കര പാടാണ്. നമ്മളെ കുരുമുളകെല്ലാം കണ്ട ഒറ്റ അതെല്ലാം ഇല്ലല്ലോ, ഒരു പഴുപ്പ് കയറിയിട്ട് ഇങ്ങനെ ഉണങ്ങി പോകുന്നുണ്ട്. പിന്നെ കുരുമുളക് ഇല്ലതും ഇങ്ങനെ ഒരു പൊള്ളു ഉണക്കത്തതാണ് ഇപ്രാവശ്യം. നല്ലൊരു കുരുമുളക് എല്ലാ മരത്തിലൊന്നുമല്ല, ചില മരത്തിൽ മാത്രം ഇങ്ങനെ. അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നുണ്ടാവും, ഓരോരു നല്ലതായിട്ടുള്ളത് ഇടയ്ക്ക് ഓരോന്നുണ്ടാവും. അതിലേ കൂടിയിട്ട് ഒന്ന് കാണുന്നുണ്ട്, കണ്ടില്ലേ. അങ്ങനെ ഇടയ്ക്ക് ഓരോന്നേ നല്ലതില്ല, മറ്റെല്ലാം ഇങ്ങനെ ഒരു പൊള്ളു പോലത്തതും. ഈ കുരുമുളകിൻ്റെ ഇത് ഒറ്റ വാടിയിട്ടും പോകുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, കുറേ ദിവസമായിട്ട് നമുക്ക് പണിക്കാറുണ്ട് എന്ന് പറഞ്ഞ് പറമ്പിൽ കാട് തെളിക്കലും പിന്നെ കവുങ്ങിന് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തുക്കി കൊടുക്കലില്ലേ, അതുപോലെ തുക്കി കൊടുത്തലാണ്. പക്ഷേ ഇത് താലോട്ടെല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ഇത് ഇവിടുന്ന് കുറച്ച് പിടിച്ചു വന്നേയുള്ളൂ, കണ്ടില്ലേ. അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ ഇന്നത്തെ വിശേഷം.